കമ്മീഷൻ്റെ പല ഇൻ്റർവ്യൂസ് നമ്മളന്ന് കേട്ടിരുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ ജീവനോടുള്ള ആളുകൾ ഫോം കൊടുത്താൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നത്. അന്നത്തെ കാലത്ത് നമുക്കറിയാം ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്ത BLOമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ സ്ട്രെസ്സാണ് ഇപ്പോൾ പുതിയ വോട്ട് ആഡ് ചെയ്യാൻ. അത് BJPയുടെ സൈഡിൽ നിന്ന് വ്യാപകമായി പുതിയ വോട്ടുകൾ ചേർക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ 26 ലക്ഷത്തിൽ കണക്ക് അല്ലെങ്കിൽ പുതിയ വോട്ടർമാർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു രൂപമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ വെട്ടാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു. പലയിടത്തും സംഭവിക്കുന്നുണ്ടാവും. പല മണ്ഡലത്തിലും വെട്ടേണ്ടവരെ വെട്ടുകയും ചേർക്കേണ്ടവരെ ചേർക്കുകയും ചെയ്തിട്ടാണ് BJP ആ മണ്ഡലങ്ങൾ സേഫാക്കി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP ടാർഗറ്റ് ചെയ്യുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ 26 ലക്ഷം വോട്ടർമാർ അവരാര് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും ഇല്ല. പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ജനങ്ങളെ മുഴുവൻ ആശങ്കയിലാക്കിയിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത എന്ത് എന്ന ചോദ്യം ബാക്കിയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഞാൻ വോട്ട് ചെയ്തു, അപ്പോൾ ഇനി നിയമസഭയിലും എനിക്ക് വോട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുന്ന സമയത്താണ് SIR കേരളത്തിൽ വരുന്നത്. അതിനെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധിയൊന്നും ഉണ്ടാവില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ ചെയ്തു. ഇപ്പോൾ ആ സമയത്ത് ഒരു ഇലക്ഷൻ്റെ സമയമായപ്പം രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തിരുന്നു, അതിന് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാനും അതിൻ്റെ കൃത്യമായ ഫോളോ അപ്പും ഹെൽപ്പ് ഡെസ്കുകളും എല്ലാം ചെയ്തിരുന്നു. അത് സക്സസ്ഫുള്ളി മുന്നോട്ട് പോയി. അതിൻ്റെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ഫോം ആപ്ലിക്കേഷൻ കൊടുത്തോളും മുഴുവൻ കരട് ലിസ്റ്റിൽ വന്നു. അതോടുകൂടി രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം എന്ത് ചെയ്തു, പതിയെ ഒരു ഉറക്കത്തിലോട്ട് പോയെന്ന് സംശയം. കാരണം എല്ലാവരും ലിസ്റ്റിൽ വന്നല്ലോ, ഇനി എല്ലാവരും സേഫ് ആയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കാര്യങ്ങൾ അത്ര സേഫ് അല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് BLOമാർക്ക് പല രീതിയിലുള്ള മിസ്മാച്ചുകൾ വരികയാണ്. പാരൻസിൻ്റെ പേര് മിസ്മാച്ച്, സ്പെല്ലിംഗ് മിസ്മാച്ച്, അങ്ങനെ പല രീതിയിലുള്ള ആദ്യമൊക്കെ ഒരു BLOക്ക് 8ഉം 10ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ ഒരു 1000 വോട്ടുകളിൽ 150-200 മിസ്മാച്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ആളുകൾ ഗൗരവത്തിലെടുക്കാത്തത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് SIR എന്ന് പറയുന്നത് തുടക്കം തൊട്ടേ ഒരാശങ്കയോടെയാണ് രാഷ്ട്രീയ പാർട്ടികളും സാധാരണക്കാരും അതിനെ നിരീക്ഷിച്ചിരുന്നത്. കാരണം ഈ വോട്ടർ ID ഇല്ലാതെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ ഒരുപാട് കാലം ജീവിച്ചിരുന്ന ആളുകളൊക്കെ വോട്ടർ ID എന്നുള്ളത് ഒരു പൗരത്വത്തിൻ്റെ രേഖ പോലും ആയി മാറാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടിയതോടുകൂടെ സജീവമായി സടകുടഞ്ഞ് വോട്ടർ ID ഉണ്ടാക്കാനും അതുപോലെ തന്നെ SIR ഫോം പൂരിപ്പിച്ചു കൊടുക്കാനൊക്കെ ആവേശത്തോടുകൂടെ ഇറങ്ങിയിരുന്ന ഒരു കാലമായിരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്മീഷൻ അന്ന് പറഞ്ഞിരുന്നത് ഇത് വളരെ സ്മൂത്തായിട്ട് വളരെ ക്ലിയറായിട്ട് കടന്നു, വളരെ സിമ്പിൾ പ്രോസസ്സാണ് എന്നാണ്. കമ്മീഷൻ്റെ പല ഇൻ്റർവ്യൂസ് നമ്മളന്ന് കേട്ടിരുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ ജീവനോടുള്ള ആളുകൾ ഫോം കൊടുത്താൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ പഴയ ഫോമിലെ തെറ്റ് അതുപോലെ പകർത്തുന്നു, അതുപോലെ പകർത്തിയാൽ മതി. പിന്നെ അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് തുടക്കത്തിൽ ഇതിനെ എന്ത് ചെയ്തിരുന്നത് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ BLOമാരും ആ നിലക്കാണ് ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ഗുരുതരമാണ്. അതായത് BLOമാർ ഇപ്പോൾ ഷാഫി പറഞ്ഞ പോലെ എങ്ങനെയാണോ ആദ്യകാലത്ത് ഇതിൽ SIRന് വേണ്ടി മെനക്കെട്ടിരുന്ന അതിനേക്കാൾ ഭീകരമായ രീതിയിൽ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നത്തെ കാലത്ത് നമുക്കറിയാം ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്ത BLOമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ സ്ട്രെസ്സാണ് ഇപ്പോൾ. കാരണം അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ പല BLOമാരെയും ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നൊരു കാര്യം, അവർക്ക് ഈ തെറ്റുകൾ തിരുത്തേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ എത്ര പേർ പുറത്താകും എന്നതിനെക്കുറിച്ച് അവർക്ക് പോലും ഐഡിയ ഇല്ല. ആദ്യത്തെ ഒരു ഘട്ടത്തിലൊരു 20 ലക്ഷം ആളുകളൊക്കെ ചിലപ്പോൾ പുറത്തായേക്കാം എന്നൊരു സൂചനകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 37 ലക്ഷത്തോളം പേർ ഹിയറിങ്ങിന് ഹാജരാകണം, രേഖകൾ ഹാജരാക്കണം. അപ്പോൾ അവരിപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. അതെ, അവരകത്തായിട്ടില്ല. അവർ അകത്താകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഫെബ്രുവരി 21 ഇതിൻ്റെ പ്രസിദ്ധീകരിച്ചതിന് ശേഷമേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഈ 37 ലക്ഷം പേരുടെ ഭാവി, ഇപ്പോൾ 2.5 കോടിയോളം വരുന്ന വോട്ടർമാർ, അവരിൽ തന്നെ 37 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ
ഈ SIR ഉൾപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശങ്കയിൽ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഇതിൽ വേറൊരു ഘടകം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ BLO എന്ന് പറഞ്ഞ സങ്കല്പം നമ്മൾ മുമ്പ് ഇലക്ഷന് മുമ്പ് സ്ലിപ്പ് കൊണ്ടുപോയി കൊടുക്കാനും പുതിയ വോട്ടർ പട്ടിക വോട്ടർ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിൻ്റെ ഒരു എൻക്വയറി നടത്തുക എന്നൊക്കെയുള്ള ഒരു ബേസിക് അതെ ജോലികൾ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനത്തെ ഒരു ന്യൂ ജനറേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ നല്ലൊരു ശതമാനം BLOമാരും അംഗൻവാടി ടീച്ചർമാരും അങ്ങനത്തെ ഭയങ്കര ഹൈടെക് ആയിട്ട് മൊബൈൽ ആപ്പ് ഒന്നും യൂസ് ചെയ്ത് പരിചയമുള്ളവരൊന്നല്ല. അവരൊക്കെയാണ് ഇതിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അവർക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് ചിലരിത് മാപ്പിംഗ് ക്ലിയറായി കൊടുക്കാത്തത് കാരണം ചില ബൂത്തിലെ മുഴുവൻ ആളുകളും എന്ത് ചെയ്തു, ഹിയറിങ്ങിന് ഹാജരാകേണ്ട സിറ്റുവേഷനൊക്കെ വന്നു. അപ്പോൾ ഇപ്പോഴും പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിക്കുന്ന കാര്യം, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇതിനെ ഗൗരവത്തിൽ കാണുന്നില്ല? പക്ഷേ BJP ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പുതിയ വോട്ടർമാർ ഫോം 6 അതെ പുതിയ വോട്ട് ആഡ് ചെയ്യാൻ. അത് BJPയുടെ സൈഡിൽ നിന്ന് വ്യാപകമായി പുതിയ വോട്ടുകൾ ചേർക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? ഇത് ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അതായത് ഇപ്പോൾ ഷാഫി ആദ്യം പറഞ്ഞതുപോലെ ഈ ഇലക്ഷന് ശേഷം ഒരു മയക്കം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ദഗതിയിലാണ് പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം, അതിൽ ഇലക്ഷൻ കമ്മീഷനും അതിനകത്ത് പങ്കുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 37 ലക്ഷം പേരിൽ 15 ലക്ഷത്തോളം പേർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫെബ്രുവരി 14 ഹിയറിങ്ങിൻ്റെ ഒരു അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 21 പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് നടത്തി, പിന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ ആണ് നേരത്തെ പറഞ്ഞൊരു വേറൊരു വിഷയം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പുതിയ വോട്ടർമാർ കയറിക്കൊണ്ടിരിക്കുന്നത്. അക്ഷയകളിൽ കയറാൻ പറ്റാത്ത രൂപത്തിലുള്ള തിരക്കാണ്. അതെ, നല്ല തിരക്കാണ്. അപ്പോൾ ഈ പുതിയ വോട്ടർമാർ എവിടെയൊക്കെ കയറുന്നു, എങ്ങനെയൊക്കെ കയറുന്നു? ഇപ്പോൾ ഒരു കണക്ക് പ്രകാരം, ഇപ്പോൾ ഏറ്റവും പുതിയൊരു കണക്ക് 26 ലക്ഷം വോട്ടർമാർ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ വോട്ടർമാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ 26 ലക്ഷത്തിൽ കണക്ക്, അല്ലെങ്കിൽ പുതിയ വോട്ടർമാർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു രൂപമായിട്ടില്ല. ഇപ്പോൾ എൻ്റെ ബൂത്തിൽ അല്ലെങ്കിൽ ഷാഫിയുടെ ബൂത്തിലുള്ള അതിൻ്റെ ലിസ്റ്റ് BLOമാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് പുറത്തുവിടാൻ തയ്യാറായാലേ അതിനകത്ത് പരാതികളുണ്ടോ, അല്ലെങ്കിൽ അതിൽ ആരൊക്കെ വെട്ടണം എന്ന് തീരുമാനിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഈ ഫോം 7 എന്ന് പറഞ്ഞൊരു ഫോമുണ്ട് വെട്ടാനുള്ള സംഗതി. അതും ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ വെട്ടാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു. പലയിടത്തും സംഭവിക്കുന്നുണ്ടാവും. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിന് ജാഗ്രത പാലിക്കുന്നില്ല, അല്ലെങ്കിൽ BLOമാരായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞൊരു വോട്ട് ചോരിയുടെ വിഷയം ഇവിടെ ഗൗരവത്തിൽ നമ്മൾ കാണണം. അതായത് പല മണ്ഡലത്തിലും വെട്ടേണ്ടവരെ വെട്ടുകയും ചേർക്കേണ്ടവരെ ചേർക്കുകയും ചെയ്തിട്ടാണ് BJP ആ മണ്ഡലങ്ങൾ സേഫാക്കിയത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP ടാർഗറ്റ് ചെയ്യുന്ന ചില മണ്ഡലങ്ങളുണ്ട്, എ ക്ലാസ് മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് BJP വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണത്. അത് SIRൻ്റെ കരട് വന്നപ്പം തൃശ്ശൂർ മണ്ഡലത്തിലെ പല ബൂത്തുകളിൽ നിന്നും വോട്ടുകൾ കൊഴിഞ്ഞു പോയത് ശ്രദ്ധിച്ചിരുന്നു. അതെ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ആഡ് ചെയ്യപ്പെട്ട വോട്ടുകളായിരുന്നു അത്. അതെ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രവർത്തകൻ പറഞ്ഞത്, ചില ബൂത്തുകളിൽ 200-250 ന്യൂ വോട്ടേഴ്സിനെ BJPക്കാരെന്ത് ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്തിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൂത്തിൽ 200 വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടല്ല. അപ്പോൾ അത് ഒരു മണ്ഡലത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ നേരത്തെ പറഞ്ഞ എ ക്ലാസ് എന്ന് പറയുന്ന അവർ പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങൾ, അവിടെ അട്ടിമറി നടത്താൻ മാത്രം ഈ ന്യൂ വോട്ടർമാർ കയറിക്കൂടിയല്ല. ഇപ്പോൾ 26 ലക്ഷം വോട്ടർമാർ അവരാര് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും ഇല്ല. അപ്പോൾ നമ്മൾ ഒഴിവാക്കപ്പെട്ടവരെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു, പക്ഷേ ഈ കയറിക്കൂടിയവരെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും പ്രധാനം. അതും ഒരു ആർഗ്യുമെന്റ്സിന് വെച്ചിട്ട് ഫൈനൽ അപ്രൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ലേ? ആർക്കെങ്കിലും പരാതികളുണ്ടോ, അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുക. അതിനെവിടെ സമയം? ശരിക്കും BLOമാർ അത് വീടുകളിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം, അന്വേഷിച്ചിട്ടാണ് മുമ്പൊക്കെ കൊടുക്കാറ്. ഇവിടെ ഇപ്പോൾ ഫോം 6, ഫോം 6A, ഫോം 8 ഇതുവഴി കയറി കൂടുന്ന വോട്ടർമാർ, ഇവരുടെ പട്ടികയാണ് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിടേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ ഹിയറിങ്ങിന് ഹാജരാകേണ്ടവർക്ക് വരുന്ന നോട്ടീസ്,
അതിപ്പോഴും സമ്പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ഇപ്പോൾ ഫെബ്രുവരി 14 എന്ന് പറഞ്ഞാൽ അത്രയും പിന്നെ സമയത്തിന് ശേഷം ഉള്ള വോട്ടർമാർ അവരെന്ത് ചെയ്യും? അപ്പോൾ ഈ ഫെബ്രുവരി 14 മുമ്പ് ഈ മിസ്മാച്ചിങ് ഒക്കെ ക്ലിയറാക്കാൻ സാധിക്കുമോ? ഇനിയും ഇത് നീട്ടി കൊടുക്കുമോ? ഇത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ 2002 പട്ടികയിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ എഴുതിക്കോളൂ, തെറ്റാണെങ്കിൽ തെറ്റെഴുതിക്കോളൂ, അങ്ങനെ എഴുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇൻഫർമേഷൻ അങ്ങനെ ആയിരുന്നു. നിങ്ങൾ ഉള്ളതുപോലെ എഴുതുക, തെറ്റ് പോലെ എഴുതുകയാണ്. ഇപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഇപ്പോൾ അത് നോട്ടീസ് വന്നോലും പാനിക്കായി ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ സേഫ് അറിഞ്ഞിരിക്കുകയാണ്. അവരുടെ പേര് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നോട്ടീസ്? ഇപ്പോൾ 14-ാം തീയതിക്ക് ഒരു 13-ാം തീയതി നോട്ടീസ് വരികയാണെന്ന് വിചാരിക്കുക, എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഇവിടെ സുപ്രീം കോടതി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഇത് ഈ പൗരാവകാശത്തെ ബാധിക്കുന്ന വിഷയമായിട്ട് ഈ SIR മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്നത്. SIRന്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിം ലീഗൊക്കെ ഹർജി കൊടുത്ത സുപ്രീം കോടതിയിൽ. പക്ഷേ ആസ് യൂഷ്വൽ സുപ്രീം കോടതി അത് അവിടെ എന്ത് ചെയ്തു, അല്ല അവരുടെ ലിസ്റ്റ് ചെയ്തു വെച്ചു, അവിടെ വേണ്ട ഗൗരവത്തിൽ പരിഗണിച്ചില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 21-ാം വകുപ്പ് അത് പ്രകാരം ഞങ്ങൾക്ക് ഏത് സമയത്തും ഈ തീവ്ര പരിഷ്കരണം നടത്താം എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് അധികാരമുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇത് ചെയ്തുകൂടാ എന്ന് സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ 21-ാം വകുപ്പ് തന്നെ 2-ാം ഉപവകുപ്പ് പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പരിഷ്കരിക്കാമെന്നാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ പിന്നെ ഒരു ദീർഘകാലത്തിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇതെന്തിനു ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇനി അതിൽ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളോ ചെയ്യാതെ ജനങ്ങളെ പാനിക്കാക്കിയിട്ട് പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ജനങ്ങളെ മുഴുവൻ ആശങ്കയിലാക്കിയിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത എന്ത് എന്ന ചോദ്യം ബാക്കിയാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്നാണ് തോന്നുന്നത്. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ ഒരു മയക്കത്തിലാണോ UDF എന്നുള്ളത് ഒരു സൈഡിലുണ്ട്. കാരണം അന്ന് വോട്ട് ചെയ്തോല് ആ ലിസ്റ്റല്ല ഇനി അടുത്ത അസംബ്ലിയിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ SIR പ്രകാരമാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇനി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഞാൻ വോട്ട് ചെയ്തു, അപ്പോൾ ഇനി നിയമസഭയിലും എനിക്ക് വോട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ജനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ബോധേഡ് ആയിരുന്നു അന്ന്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നവരെ അത് കൊടുത്തോടുകൂടി കരട് വന്നോടുകൂടി ഞങ്ങളെ ഫോട്ടോ ഉണ്ട്, ഞങ്ങളതെല്ലാം റെഡിയാണ്, സെറ്റാണ് അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം BLOമാരുമായി സമ്പർക്കം പുലർത്തുക, അവരുമായി ഡീറ്റെയിൽസ് നടത്തിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളും അത് വാർഡ് മെമ്പേഴ്സും എന്ത് ചെയ്യുക. ലീഗ് പിന്നെ ഹെൽപ്പ് ഡെസ്കുകളും അതുപോലെ തന്നെ ജാഗ്രതാ ക്യാമ്പയിനുകളൊക്കെ നടത്തി. അതൊന്നും കാര്യക്ഷമമായിരുന്നില്ല. കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഇനി കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അത് എല്ലാവരും ഇനി ശ്രദ്ധിക്കുന്നതന്നെ നമുക്ക് കരുതാം. താങ്ക് യു.